ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. കറണ്ട് അഫെയർ വിഭാഗത്തിലെ രണ്ടാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് എടുക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് നമ്മളുടെ കേരള പുരസ്കാരങ്ങളെക്കുറിച്ചുണ്ടായിരുന്നു. രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വനിതാ ലോകകപ്പിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം 2025 വനിതാ ലോകകപ്പ് നടന്നിരുന്നു. നമ്മളുടെ ഇന്ത്യ അതിൽ ചാമ്പ്യന്മാരായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വസ്തുതകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വേൾഡ് കപ്പിൽ ചാമ്പ്യന്മാരായിരിക്കുന്നത് നമ്മളുടെ ഇന്ത്യയാണ്. ദക്ഷിണാഫ്രിക്കയായിരുന്നു ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളിയായിട്ട് വന്നിരുന്നത്. ദക്ഷിണാഫ്രിക്കയെ 52 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. അപ്പോൾ ഈ ഒരു ഫാക്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് 2025 വനിതാ ലോകകപ്പിൽ ഇന്ത്യ ചാമ്പ്യന്മാരായി. ഇന്ത്യയുടെ എതിരാളികൾ ദക്ഷിണാഫ്രിക്കയായിരുന്നു എന്നുള്ള കാര്യം നിർബന്ധമായും ഓർത്തു വയ്ക്കുക. ഇന്ത്യ ആദ്യമായിട്ടാണ് വനിതാ ലോകകപ്പ് നേടുന്നത്. നമുക്കറിയാം, പുരുഷ ലോകകപ്പ് ഇന്ത്യ 2 തവണ നേടിയിട്ടുണ്ട്. 1983-ലും 2011-ലും ഇന്ത്യ പുരുഷ ലോകകപ്പ് നേടിയിട്ടുണ്ട്. വനിതാ ലോകകപ്പ് ആദ്യമായിട്ടാണ് ഇന്ത്യ നേടുന്നത്. ഇതിനു മുമ്പ് ഇന്ത്യ 2 തവണ ഫൈനൽ കളിച്ചിരുന്നു. എന്നാൽ ഫൈനലിൽ പരാജയപ്പെടുകയായിരുന്നു. ഫൈനലിൽ വിജയിച്ച് കപ്പിൽ മുത്തമിടുന്നത് ഇതാദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യ വനിതാ ലോകകപ്പ് വിജയിച്ചു. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയായിരുന്നു. ആദ്യമായിട്ടായിരുന്നു ഇന്ത്യ വനിതാ ലോകകപ്പ് നേടുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഒന്ന്, ഇന്ത്യയുടെ ഷെഫാലി വർമ്മയായിരുന്നു ഫൈനലിലെ താരമായിട്ട് മാറിയത്. ഓരോ ക്രിക്കറ്റ് മാച്ച് നടക്കുന്ന സമയത്തും അതിൽ ആ മാച്ചിനൊരു താരം ഉണ്ടാവാറുണ്ട്, മാൻ ഓഫ് ദ മാച്ച് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ഫൈനലിൽ ഇന്ത്യയുടെ ഷെഫാലി വർമ്മയായിരുന്നു ഫൈനലിലെ താരമായിട്ട് മാറിയത്. അതുപോലെ തന്നെ ടൂർണമെന്റിലെ താരം, പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് എന്നൊക്കെ പറയാം നമുക്ക്, അത് ഇന്ത്യൻ ഓൾറൗണ്ടർ ദീപ്തി ശർമ്മയായിരുന്നു. ഇവരൊരു ബൗളറാണ്. അപ്പോൾ 2 പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഫൈനലിലെ താരം എന്ന് പറയുന്നത് ഷെഫാലി വർമ്മയാണ്. ടൂർണമെന്റിലെ താരം എന്ന് പറയുന്നത് ദീപ്തി ശർമ്മയാണ്. രണ്ടും തിരിഞ്ഞു പോകരുത്. ഓപ്ഷനിൽ രണ്ടും എന്തായാലും ഉണ്ടാവാൻ സാധ്യതയാണ്. അതായത് ഈ 2 പേരുകൾ ഉത്തരമായിട്ട് വരുന്ന ഒരു ചോദ്യം വരികയാണെങ്കിൽ ഉറപ്പായും അതിലെന്തുണ്ടാവും, ഈ 2 പേരുകളും ഉണ്ടാവും. അപ്പോൾ ടൂർണമെന്റിലെ താരം ദീപ്തി ശർമ്മ, ഫൈനലിലെ താരം ഷെഫാലി വർമ്മ. ഹർമൻപ്രീത് കൗർ ആയിരുന്നു ഇന്ത്യയെ നയിച്ചത്. അതായത് ഈ ഒരു വേൾഡ് കപ്പിലുടനീളം ഇന്ത്യയുടെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത് ഹർമൻപ്രീത് കൗർ ആയിരുന്നു. അതുപോലെ തന്നെ അമോൽ മജുംദാർ ആയിരുന്നു ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകൻ. അപ്പോൾ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ടൂർണമെൻറ്റിലെ താരവും ക്യാപ്റ്റൻ്റെ പേരും ഒന്ന് ഓർത്തു വയ്ക്കുക. നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 571 റൺസ് നേടിയ ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവാർട്ട് ആണ് ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറർ. അതായത് ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ പ്ലെയർ എന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കക്കാരിയായിട്ടുള്ള ലോറ വോൾവാർട്ട് ആയിരുന്നു. അവരുടെ പേര് ഒന്ന് ഓർത്തു വയ്ക്കുക. കാരണം പ്രസ്താവന ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം എന്നുള്ള രീതിയിൽ പ്രസ്താവന ചോദ്യങ്ങൾ വരാം. കാരണം കലാകായികം എന്നുള്ളത് നമ്മളുടെ സിലബസിൻ്റെ ഒരു ഭാഗം കൂടി ആയതുകൊണ്ട് ഓർത്തു വയ്ക്കുക. 571 റൺസ് നേടിയ ദക്ഷിണാഫ്രിക്കയുടെ ലോറ വോൾവാർട്ടാണ് ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോററായിട്ട് മാറിയത്. 22 വിക്കറ്റുമായി ഇന്ത്യയുടെ ദീപ്തി ശർമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത് പ്ലെയർ ആയിട്ട് മാറിയത്. അപ്പോൾ ദീപ്തി ശർമ്മയുടെ പേര് നമ്മൾ ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് പറഞ്ഞു. എവിടെയായിരുന്നു? ടൂർണമെൻറ്റിലെ താരവും അവരായിരുന്നു. അതുപോലെ തന്നെ ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ പ്ലെയറും ദീപ്തി ശർമ്മ തന്നെയായിരുന്നു. ഇനി ഇന്ത്യ വിജയിച്ചതുകൊണ്ട് തന്നെ ആ ഒരു ഫൈനൽ മത്സരം നടന്ന സ്റ്റേഡിയത്തിൻ്റെ പേരും അതിൻ്റെ ലൊക്കേഷനും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ ചോദിക്കാം, DV പാട്ടേൽ സ്റ്റേഡിയം, നവി മുംബൈയിലായിരുന്നു ഈ കളി നടന്നത്. സ്റ്റേഡിയത്തിൻ്റെ പേര് DV പാട്ടേൽ സ്റ്റേഡിയം. അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട പേരുകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്യാപ്റ്റൻ, ഏറ്റവും കൂടുതൽ റണ്ണ് നേടിയ താരം, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം, ടൂർണമെൻറ്റിലെ താരം, ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക, നോട്ട് എഴുതി റിവൈസ് ചെയ്യുക. നമുക്ക് അടുത്തൊരു കറണ്ട് അഫെയർ സെഷനിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.